നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ബ്രസീലിനായിട്ട് അരങ്ങേറ്റം കുറിച്ചിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. താരം അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നെയ്മർ 79 എന്നുള്ള ആ ഒരു ജേഴ്സി നമ്പർ വെച്ചുകൊണ്ടുള്ള ജേഴ്സി അദ്ദേഹം അവിടെ വെക്കുന്നു. അത് മറ്റൊന്നുമല്ല, ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടി പെലെയെ മറികടന്നപ്പോൾ അദ്ദേഹത്തിന് CBF സമ്മാനിച്ചിട്ടുള്ള ആ ഒരു ജേഴ്സിയാണത്. ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റാണത്. അതിൽ കൃത്യമായിട്ട് എഴുതിയിരുന്നു ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ടു നെയ്മർ, ബ്രസീലിയൻ നാഷണൽ ടീംസ് ടോപ്പ് സ്കോറർ ഇൻ ഓൾ ടൈം ഇൻ മാച്ചസ് അഗെയിൻസ്റ്റ് ഇൻ്റർനാഷണൽ ടീംസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പ് അതിലുണ്ടായിരുന്നു. എന്തായാലും വിത്ത് യുവർ ഗോൾസ് യു ഹാവ് ബ്രോട്ട് ജോയ് ടു മില്യൺസ് ഓഫ് ബ്രസീലിയൻ ആൻഡ് ഫാൻസ് അറൗണ്ട് ദി വേൾഡ് എന്നുകൂടി അതിൽ കുറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സമർപ്പിച്ച ആ ഒരു ജേഴ്സിയാണത്. എന്തായാലും ബ്രസീലിയൻ ഫുട്ബോളിലേക്കുള്ള നെയ്മറുടെ വരവിന് ഇപ്പോൾ 15 വർഷം തികഞ്ഞിരിക്കുന്നു. മഞ്ഞ ജേഴ്സി അണിഞ്ഞ് അദ്ദേഹം കളിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായിരിക്കുന്നു. ഇതാണ് അദ്ദേഹം ആദ്യമായി കളിച്ച മത്സരം എന്ന് പറഞ്ഞാൽ USA ഫ്രണ്ട്ലി മത്സരം 2010 ഓഗസ്റ്റ് 10 ഒരു മത്സരം. 2010 ഓഗസ്റ്റ് 10. അത് കഴിഞ്ഞിട്ടിപ്പോൾ 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്ന് 11-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി ഡെബ്യൂ മത്സരത്തിൽ. എന്നിട്ട് അദ്ദേഹം ഗോളും അടിച്ചു. എന്തായാലും 2-0 അന്ന് ബ്രസീൽ വിജയിച്ചത്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഗോള് പിന്നാലെ വരുന്ന നിരവധി ഗോളുകളുടെ തുടക്കമായിരുന്നു. അതിന് ശേഷം അദ്ദേഹം 79 ഗോളുകൾ നേടിക്കഴിഞ്ഞു. സാക്ഷാൽ പെലെയെ അദ്ദേഹം ഗോളടിയുടെ കാര്യത്തിൽ, ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ടുള്ള ഗോളടിയുടെ കാര്യത്തിൽ മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ഗോളുകൾ ആർക്കൊക്കെതിരെയാണ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഗോളുകൾ അദ്ദേഹം നേടിയത് ജപ്പാനെതിരെയാണ്, 9 ഗോളുകൾ. പെറുവിനെതിരെയാണ് പിന്നെ 6 ഗോളുകളുമായിട്ട് രണ്ടാമത് പെറുവാണ്. ബൊളീവിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ ടീമുകൾക്കെതിരെ 5 ഗോളുകൾ അദ്ദേഹം നേടി. കൊളംബിയ, ക്രൊയേഷ്യ, ഇക്കഡോർ, സൗത്ത് കൊറിയ ടീമുകൾക്കെതിരെ 4 വീതം ഗോളുകൾ നേടിയപ്പോൾ അർജന്റീന, ചൈന, സൗത്ത് ആഫ്രിക്ക, ഉറുഗ്വായ് ടീമുകൾക്കെതിരെ 3 വീതം ഗോളുകൾ. കാമറൂൺ, ചിലി, കോസ്റ്റാറിക്ക, മെക്സിക്കോ, പരാഗ്വായ്, സ്കോട്ട്ലൻഡ്, തുർക്കി ടീമുകൾക്കെതിരെ 2 വീതം ഗോളുകൾ നേടിയപ്പോൾ ഓസ്ട്രേലിയ, ഓസ്ട്രിയ, എൽ സാൽവഡോർ, ഫ്രാൻസ്, ജർമ്മനി, ഇറാഖ്, ഇറ്റലി, പനാമ, പോർച്ചുഗൽ, സ്പെയിൻ, ടുണീഷ്യ, വെനിസ്വേല ടീമുകൾക്കെതിരെ ഓരോ ഗോളുകളും നെയ്മർ ജൂനിയർ നേടിയിട്ടുണ്ട്. അതിൽ നെയ്മറുടെ ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ്. അന്ന് 18-ാമത്തെ വയസ്സിൽ 2010 തുടങ്ങിയതാണ്. അതിനുശേഷം ഇപ്പോൾ 15 വർഷങ്ങൾ കടന്നു പോകുന്നു. പരിക്കിൽ നിന്ന് മുക്തനായിട്ട് വീണ്ടും ഒരു കോളപ്പ് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. ഈ മാസം 26-ാം തീയതി ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ നെയ്മർ അതിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. പെലെയെപ്പോലും ഗോളടിയിൽ മറികടന്ന് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കാര്യത്തിൽ ലെജൻഡായിട്ട് മാറിയ നെയ്മർ ജൂനിയർ അദ്ദേഹം മിസ് ചെയ്യുന്നത് വേൾഡ് കപ്പാണ്. അടുത്ത വേൾഡ് കപ്പിൽ അതിന് പരിഹാരം ഉണ്ടാകുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.